നടക്കാൻ പോകുന്നത് എന്താണെന്ന് താൻ കണ്ടോ? സംഭവിച്ചതൊന്നും നല്ലതിനല്ല. ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിനല്ല. തന്റെ മോളെ കണ്ണീര് കുടിപ്പിക്കും ഞാൻ. നീ ഇതെവിടെ പോന്നു? ക്യാൻറ്റീനില്. അമ്മയ്ക്ക് കോഫി വേണോ? വേണ്ട. രജനി നിക്ക്. മീര എന്തു പറഞ്ഞു? മീര എന്തു പറയാൻ? നിങ്ങളൊന്നും സംസാരിച്ചില്ലേ? ഞങ്ങൾ കുറെ നേരം സംസാരിച്ചു. സംസാരത്തിനിടയില് പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞു? ദേവികയെക്കുറിച്ചോ നന്ദനെക്കുറിച്ചോ? അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞോ? അമ്മ എല്ലാം അറിഞ്ഞിട്ടല്ലേ എന്നോട് ഇപ്പൊ ചോദിക്കുന്നേ? അതെ, അറിഞ്ഞിട്ട് തന്നെയാ ചോദിക്കുന്നത്. ദേവിക കാരണം മീര ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ തെളിച്ചു പറഞ്ഞതല്ലേ നിങ്ങളോട്? ഓർത്തു നോക്ക്. അതും എത്ര വട്ടം പറഞ്ഞു. എന്റെ മനസ്സിന്റെ കുഴപ്പമാണെന്നല്ലേ അന്ന് നിങ്ങൾ പറഞ്ഞത്. ഇപ്പോഴോ? പറ, ഉത്തരം പറ. എല്ലാം ശരിയായിട്ട് വന്നോ? ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് ഇപ്പോഴെങ്കിലും സമ്മതിച്ചോ? ശരിയായാലും തെറ്റായാലും ഇനി ദേവിയയ്ക്ക് കുഴപ്പമൊന്നും വരാതെ നോക്കണം. ശരിയായാലും തെറ്റായാലുമോ? അവിടെയും പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ വയ്യല്ലേ? അമ്മയാണ് ശരിയെന്ന് പറയാനൊരു മടി. ഇനി ദേവികയെ രക്ഷിക്കാൻ നീയോ ഞാനോ വിചാരിച്ചാൽ സാധിക്കുമോ? മീര പറയുന്നത് കേട്ടിട്ട് നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ദേവികയെ രക്ഷിക്കാൻ ഇനി 2 പേർക്കേ സാധിക്കൂ. ഒന്ന് മീരയ്ക്ക്, പിന്നെ ദേവികയ്ക്ക്. അതിലും മീര എന്തായാലും 2ഉം കൽപ്പിച്ചിട്ടാ. അപ്പോ ഇനി ദേവിക തന്നെ വിചാരിക്കണം സ്വയം രക്ഷപ്പെടാൻ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശവും ഇല്ല. നീ പറ, ദേവികയെ എങ്ങനെയായിരിക്കും ദേവികയ്ക്ക് തന്നെ രക്ഷിക്കാൻ പറ്റുക? പറ. കണ്ടോ, നിനക്ക് ഉത്തരം മുട്ടി. ഇപ്പം മനസ്സിലായോ? അമ്മ പറയുന്നതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്നത് പോലെ എളുപ്പമല്ല ചില പ്രശ്നങ്ങൾക്കൊക്കെ ഉത്തരം കണ്ടുപിടിക്കാനെന്ന്. എന്റെ മനസ്സിൽ തോന്നുന്ന ഒരു മാർഗം ഞാൻ പറയാം. ദേവിക കഴുത്തിൽ കിടക്കുന്ന താലി പൊട്ടിച്ചെറിഞ്ഞ് ഇറങ്ങിപ്പോട്ടെ. അമ്മേ, നീ അവളോട് പറ, മീര പകരം തീർക്കാൻ ഒരുങ്ങി കാത്തു നിൽക്കുകയാണെന്ന്. ആശുപത്രിയിൽ നിന്ന് പുറത്തു വന്നാൽ എന്തും സംഭവിക്കും. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടോളാൻ പറ. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നൊന്നുമല്ല, നന്ദന്റെ ജീവിതത്തിൽ നിന്ന്. അമ്മേ, അമ്മ എന്തൊക്കെയാ പറയുന്നേ? എന്താ വേറെ വല്ല വഴിയും തോന്നുന്നുണ്ടെങ്കിൽ നീ പറ. എനിക്ക് വിരോധമൊന്നുമില്ല. ഇനി രക്ഷപ്പെടാൻ പറ്റില്ല ദേവികയ്ക്ക്. നന്ദനെ ഉപേക്ഷിച്ച് അവള് വഴി മാറിക്കൊടുക്കണം. അങ്ങനെ ചെയ്താ മീര ചിലപ്പോ എല്ലാം മറക്കും, പൊറുക്കും. ഒരിക്കലും നടക്കാത്ത കാര്യത്തെപ്പറ്റി ചിന്തിക്കണ്ട. ദേവിക നന്ദന്റെ ഭാര്യയാ. ഭാര്യ? ഇതെങ്ങാനും മീരയുടെ ചെവിയിലെത്തിയാൽ തീർന്നു എല്ലാം. ഇനിയിപ്പം മീര എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന് അറിയാൻ പറ്റില്ല. ജയിക്കാൻ തന്നെയായിരിക്കും അവൾ കളിക്കാൻ പോകുന്നത്. ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ മീരയുടെ കൂടെ തന്നെ ഉണ്ടാവും. അതോർത്തോ?
ഗുഡ് മോർണിംഗ് മോളെ. ഗുഡ് മോർണിംഗ് ആന്റി. ഇന്ന് മീരമോള് കുറച്ച് സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച്. എന്ത്? പഴയ കാര്യങ്ങളോ? നോനോ, ഇവിടെ വന്നതിന് ശേഷം കണ്ടവരെ പറ്റി ആലോചിച്ചു. അപ്പോ സന്തോഷിപ്പിക്കുന്ന ഒരാളുടെ മുഖം ഓർമ്മ വന്നു. ആരാ ആ കക്ഷി? എന്നെ ഈ ഭൂമിയിൽ ഭാരമായി ഇനിയും വേണമെന്ന് വിചാരിച്ച് ജീവൻ രക്ഷിച്ച് ഇവിടെ എത്തിച്ച മനുഷ്യൻ, ആ ഗിരീഷ് മാഷ്. എന്ത് പോസിറ്റീവ് ആ മനുഷ്യൻ. ആന്റി കക്ഷി ഒന്ന് കാണണം, ശരിക്കും ഇഷ്ടപ്പെടും. അല്ല, ഏതൊരാളെയും അടുത്തറിയുമ്പോഴല്ലേ കൂടുതൽ മനസ്സിലാവുന്നത്. ഇപ്പൊ തന്നെ മോളെ ചതിച്ച ആള്, മോൾ അയാളെ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ലോകത്തിലെ ഏറ്റവും നല്ലവനെന്നല്ലേ? പക്ഷേ വാസ്തവത്തിൽ എങ്ങനെയായിരുന്നു? ഈ ഗിരീഷ് മാഷ് ജെനുവിൻ ആന്റി. ആ, അത് വിട്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ആ, പിന്നെ ഹരിയേട്ടൻ എന്തു പറഞ്ഞു? ആ, ഹരിയങ്കള് വന്നപ്പോ ഞാൻ ഇത്തിരി ഓവറായിട്ട് റിയാക്ട് ചെയ്തോന്നൊരു സംശയം. എന്തു പറ്റി മോളെ? അല്ല, സംസാരിച്ചു വന്നപ്പോ ഞാൻ ശബ്ദം ഉയർത്തിയൊക്കെ സംസാരിച്ചെന്ന് തോന്നുന്നു. എന്നെ പറ്റിച്ചവനോടും അവന്റെ കാമുകിയോടും ഒക്കെ പ്രതികാരം തീർക്കുന്നൊക്കെ പറഞ്ഞുപോയി. ആരായാലും പറഞ്ഞു പോകുന്ന കാര്യങ്ങളാ. ആന്റിക്കത് മനസ്സിലാവും. പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സത്യം ചെയ്തു. ആരാണ് ചതിച്ചതെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും ആരോടും പറയാൻ പാടില്ല എന്ന്. അത് ആന്റി പറയാതെ തന്നെ എനിക്കറിയാം. ഞാൻ ആരോടും പറയില്ല. അല്ല, നന്ദൻ മോളെ വിളിച്ചിരുന്നോ? ഇല്ല ആന്റി. എന്താ? ഇല്ല, ഇന്ന് അധിക സമയം സംസാരിച്ചത് മോളെക്കുറിച്ച്. അവൻ ഇവിടെ വന്ന് മോളെ കാണുമ്പോ സങ്കടം വരുമെന്ന്. അതാ വല്ലപ്പോഴും വരാമെന്ന് തീരുമാനിച്ചതെന്ന്. ആന്റി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യത്തിൽ നന്ദൻ എന്നോട് ദേഷ്യാണെന്ന് ഞാൻ കരുതിയേ. ദേഷ്യമുണ്ട്, പക്ഷേ അത് സ്നേഹ കൂടുതൽ കൊണ്ടാ. ഞാൻ പറഞ്ഞില്ലേ, പുറത്തെ രീതി വെച്ചല്ല ആൾക്കാരെ മനസ്സിലാക്കേണ്ടതെന്ന്. നന്ദന്റെ ഉള്ളിൽ മോളുണ്ട്. അല്ലെങ്കിൽ പിന്നെ വിധി നന്ദനെ കൊണ്ട് മോളുടെ കഴുത്തിൽ താലി കെട്ടിക്കൂ. കണ്ടോ, ഞാൻ താലിയെന്ന് പറഞ്ഞപ്പോ മോള് കൃത്യമായിട്ട് ആ താലിയിൽ പിടിച്ചു. അല്ല, അത് ഞാൻ വെറുതെ അല്ല മോളെ. ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. ആ കാരണത്തിൽ തന്നെയാ നന്ദൻ മോളുടെ കഴുത്തിൽ അന്ന് താലി കെട്ടിയത്. ഞങ്ങളുടെ അവസ്ഥ പൂർണ്ണമായി മനസ്സിലാവുന്നത് അച്ഛന് മാത്രമാണ്. രജനിച്ചയ്ക്കും കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും തുടക്കം മുതൽ എന്തൊക്കെയാ സംഭവിച്ചെന്ന് അച്ഛന് സാക്ഷിയാണല്ലോ. അച്ഛന്റെ അഭിപ്രായം ഞങ്ങൾക്ക് ഏറ്റവും വലുത്. അച്ഛൻ പറയും, ഈ അവസ്ഥയിൽ ഞാനും ദേവി എന്ത് ചെയ്യണം? എനിക്കൊരു കൺഫ്യൂഷനും ഇല്ല. ഞാനും ദേവിയും ഒരു തെറ്റും ചെയ്യാത്തിടത്തോളം ഞങ്ങളെന്തിനു ഭയപ്പെടണം? എനിക്കൊന്നും അറിയില്ല അച്ഛാ. ചിലപ്പോ തോന്നും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോണോന്ന്. ചിലപ്പോ തോന്നും എന്ത് വന്നാലും ഇവിടെ തന്നെ നിക്കണോന്ന്. ഇത് എന്റെയും കൂടി വീടല്ലേ അച്ഛാ. പക്ഷെ ഞാനിവിടെ നിൽക്കുമ്പോ
മീര ഇവിടേക്ക് വരുന്നത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലേ? മീര പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താ എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നാട്ടിലൊക്കെ അറിയില്ലേ? എന്നെ നന്ദു വിവാഹം കഴിച്ചത് തന്നെ ചന്ദ്രത്തിന്റെ സൽപ്പേര് കളയുമെന്ന് വിചാരിച്ച് ഞങ്ങളെ പിരിക്കാൻ നോക്കിയ പ്രഭാന്റിക്കും അച്ഛനും ഈ കുടുംബത്തിനൊക്കെ വലിയ നാണക്കേടാവില്ലേ? ദേവി, നീ എന്റെ ഭാര്യയാണ്. മറ്റാരുടെയും സർട്ടിഫിക്കറ്റിന് വേണ്ടി മാറ്റിവെക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. കണ്ടോ, അച്ഛന്റെ അഭിപ്രായം അത് തന്നെയാ. നമ്മളെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതിയെന്നാ അച്ഛനും പറയുന്നേ, അല്ലേ അച്ഛാ? എന്റെ അഭിപ്രായം ഞാൻ അമ്മയോട് പറഞ്ഞു. മീരയോട് പോകാൻ പറയണം. ഞാൻ അവൾക്ക് ഒരു നോട്ടം കൊണ്ട് പോലും വാക്ക് കൊടുത്തിട്ടില്ല. അവള് മാനസിക നില തെറ്റി കാണിച്ചതാ ഈ അക്രമമൊക്കെ. ഞാൻ സത്യമായിട്ട് പറയാ, ചികിത്സ അവൾക്ക് ആവശ്യം, മാനസിക ചികിത്സ. നന്ദു, അങ്ങനെയൊന്നും പറയരുത്. ഇനി ഏത് സമയം അവൾ ഡിസ്ചാർജ് ആയേക്കും. അതിനിടയിൽ തന്നെ തീരുമാനം എടുക്കണം. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ദേവി ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും. അത് അംഗീകരിക്കാൻ പറ്റാത്ത ആരാണെങ്കിലും അവർ ഈ വീട്ടിൽ തന്നെ പൊയ്ക്കോട്ടെ. എനിക്ക് ദേവിയുടെ കാര്യം പ്രധാനം. അച്ഛൻ കൊടുക്കുന്ന ധൈര്യം മാത്രം മതി ഇവക്ക്. എനിക്കൊരു പേടിയുമില്ല അച്ഛ. നന്ദു പറയുന്നതും അച്ഛൻ പറയുന്നതും ഒക്കെ ഞാൻ അനുസരിക്കാം. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. കോഫിക്ക് ചൂട് കൂടുതലുണ്ടോ മീര? ഇല്ലേച്ചി, കറക്റ്റാ. ആന്റി എവിടെ പോയതാ? ഡോക്ടറെ കാണാൻ പോയതാ. കുറച്ചു നേരം ആയല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. നന്ദ, നീ അതിനെക്കുറിച്ച് വെറുതെ കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കണ്ട. ഇനിയിപ്പം വരുന്നത് വരും പോലെ വരട്ടെ. എടാ, ഇതെങ്ങനെ സോൾവ് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീയോ ദേവികയോ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ കൊല്ലും തിന്നുമെന്നൊക്കെ പറഞ്ഞ് ആരെ പേടിപ്പിക്കുന്ന? നിന്റെ തീരുമാനം തന്നെയാ ശരി. മൈൻഡ് ചെയ്യാതിരിക്കുക. ഇടയ്ക്ക് വളരെ ശാന്തമായ രീതിയിൽ അവളെ കാണുന്നേ. ഇത്തരം ഒരു കേസായതുകൊണ്ട് മാനസികാവസ്ഥ ഇടയ്ക്ക് പിടിവിട്ട് പോകുന്നതായിരിക്കും. അങ്ങനെ പിച്ചും പേയൊക്കെ പറയുന്നതായിരിക്കും. അതെ, അത് അത്രേ ഉള്ളൂ. നീ അതങ്ങ് വിട്ടേക്ക്. അമ്മ പറയുമ്പോഴൊക്കെ അവഗണിക്കായിരുന്നു. പക്ഷേ ഹരിയങ്കളോട് ഇത് പറയുമ്പോ നീ സൂചിപ്പിച്ചതുപോലെ ഹരിയങ്കൾ ചെന്നപ്പോ പിച്ചും പേയും പറഞ്ഞതായിരിക്കും. പുള്ളി വരണ്ടു പോയി കാണും, അത്രേ ഉള്ളൂ. വരുന്നിടത്ത് വെച്ച് കാണാം. നീ സ്റ്റാൻഡിലല്ലേ? ഞാൻ വിളിച്ചോളാം. ആ, ഓക്കേടാ, ശരി. ആരാ? സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും.
എനിക്കങ്ങോട്ട് നമ്മൾ തമ്മിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. മുമ്പൊരു ഹൽദി ചടങ്ങില് മുരളിയേട്ടന്റെയും ദേവിയേച്ചിയുടെയും കല്യാണ തലേന്ന്. ആ നീയാ ദേവികയുടെ അനിയത്തിയല്ലേ? അതെ, ശാരിക. നിന്റെ ചേച്ചി എവിടെ? എനിക്കവളെ ഒന്ന് കാണണം. ചേച്ചി ഇനി കാണണ്ട. കാണാനും പറയാനും ഒക്കെ ആയിട്ടാ ഞാൻ വന്നത്. കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നീ ആരടി സംസാരിക്കാൻ? അവൾ എവിടെ പോയി? അന്ന് കുറെ ചോദ്യങ്ങൾ അവള് ചോദിച്ചതാ. എനിക്ക് അതിനുള്ള ഉത്തരങ്ങളും പറയണം. എന്തുത്തരം കൊടുക്കണമെന്നാ? ആശുപത്രിയിൽ ഈ അവസ്ഥയിലായിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ലല്ലേ? എന്താടി നീ എന്തിനാ വന്നേ? വന്നത് എന്തിനാണെന്ന് പറയാം. എന്റെ ചേച്ചി പാവാ. നിങ്ങളുടെയൊക്കെ വിരട്ടലും ചാട്ടവും ഒക്കെ കണ്ടിട്ട് മിണ്ടാതങ്ങിരുന്നിരിക്കും. ഞാനേ ആള് വേറെയാ. എന്റെ ചേച്ചിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച വിവരം അറിയും നിങ്ങള്. ഇറങ്ങി പോടി. അവളൊക്കെ നാവുണ്ടല്ലോ നിനക്ക്. ദേ, ശബ്ദം വെക്കണ്ട. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. നിങ്ങൾ എന്തിനാ എന്റെ ചേച്ചി ഇങ്ങനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? എന്റെ ചേച്ചി എന്ത് തെറ്റാ ചെയ്തത്? ഏടി എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നും നീ പറയുന്നത് എന്താണെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കി തരാ ഞാൻ. എന്റെ ചേച്ചിയെ വിവാഹം കഴിച്ചത് ആരാണ്? ഇവൾ പകരം ചോദിക്കാൻ വന്നതാ. അവളുടെ ചേച്ചി പറഞ്ഞു വിട്ടതാവും. ദേ, എന്റെ ചേച്ചി പറഞ്ഞാലുണ്ടല്ലോ. നിർത്ത്. ചേച്ചിയുടെ അതേ അഹങ്കാരവും ധിക്കാരവും മറ്റുള്ളവരോടുള്ള പുച്ഛവും ഒക്കെ ഉണ്ട് അനിയത്തിക്ക്. ഇറക്കി വിട അവളെ. നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞിട്ടേ പോവും. നീ ഒന്നും മിണ്ടാതിരി ശാരികെ. നിനക്ക് എന്താ പറയാനുള്ളതെന്ന്? അത് ഞാൻ പറയാനുള്ളത് പറയും. ഞാനൊന്ന് എന്താ ഇവിടെ ബഹളം? ആന്റി, ആ ദേവികയില്ലേ, അവളുടെ അനിയത്തി ഇവള്. ഓരോ പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വന്ന് കേറിക്കോളും. കുട്ടി, പുറത്തു പോകൂ. ആരുടെ അനുവാദം ചോദിച്ചിട്ടാ പേഷ്യന്റിന്റെ മുറിയിലേക്ക് കയറി വന്നത്? ആന്റി, ഞാൻ പറയുന്നതെന്ന്. ആന്റിയോ? ഇറങ്ങി പോടി അവിടുന്ന്. ശാരിക, നീ ഒന്നും മിണ്ടാതിരിക്കേ. എനിക്ക് പറയണം. ഞാൻ പറഞ്ഞിട്ടേ വരൂ. ചേച്ചി, ഞാൻ പറയട്ടെ. വന്നേ. ചേച്ചിനെ വിട്. എനിക്ക് പറയണല്ലേ പറയുന്നത്. പ്ലീസ്, വരാനല്ലേ പറഞ്ഞത്. എന്ത് അഹങ്കാരിയാ പെണ്ണ്. എന്തിനെന്നെ കാണാൻ വന്നേന്നാ? അത് വിടും മോളെ. നീ ഒന്ന് കൂളാവ്. പോട്ടെ പോട്ടെ മോളെ. നീ എന്താ ശാരികയെ കാണിച്ചേ? പാവം എന്റെ ചേച്ചി. മീര ചേച്ചി എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്നാണോ എല്ലാവരുടെ വിചാരം? ഓ, എന്ന് വെച്ചാ ദേവികയ്ക്ക് ചോദിക്കാനും പറയാനും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും ഇല്ലാന്ന്. ദേവികയുടെ വീട്ടിൽ നിന്നുള്ളൊരു വരണോ അല്ലേ? ശരി, എന്നാ പിന്നെ ചോദിക്കാൻ പറയാൻ ചെയ്തിട്ടങ്ങ് പൊക്കോ. അയ്യോ ചേച്ചി, ഞാൻ അങ്ങനെയൊന്നല്ല ഉദ്ദേശിച്ചത്. എന്തുദ്ദേശിച്ചാലും ശരി, നീ കാണിച്ചത് മോശമായി പോയി. വന്ന് ചൂടായപ്പോ നിന്റെ ദേഷ്യം തീർന്നു കാണും. പക്ഷേ ദേവികയുടെ കാര്യം കൂടുതൽ കുഴപ്പത്തിലാവുമല്ലോ ചെയ്തത് അല്ലേ? ചേച്ചി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയവളാ മീര. മരിക്കാൻ മടിയില്ലാത്തവർക്ക് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാനും മടി കാണില്ലല്ലോ. മീരയ്ക്ക് ചിലപ്പോ ഇപ്പോഴായിരിക്കില്ലേ ദേഷ്യം കൂടിയത്. ദേവികയോടുള്ള പക കിടക്കുമ്പോ അവളുടെ അനിയത്തി വന്ന് വെല്ലുവിളിച്ച എന്തായിരിക്കും ഫലം? നീ പൊട്ടിത്തെറിച്ചിട്ടങ്ങ് പോവും. അനുഭവിക്കേണ്ടത് ദേവികയാ. മോളെ, ദേവികയുടെ വിഷമം എന്റെയും വിഷമോ? ഞങ്ങൾ പലരുടെയും വിഷമോ? ആ പാവത്തിന് ഏത് രീതിയിൽ സേഫ് ആക്കണോന്നാ ഞാനും നന്ദനും ഒക്കെ ആലോചിക്കുന്നത്. സോറി ചേച്ചി. ചേച്ചിയുടെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയതില് അമ്മ ആകെ വിഷമത്തില്ല. എത്ര നാളായി ചേച്ചി ഇങ്ങനെ? അറിയാം, നിന്നേക്കാൾ ദേവികയുടെ കാര്യം കൂടുതൽ മനസ്സിലാക്കിയവളാ ഞാൻ. കഴിഞ്ഞത് കഴിഞ്ഞു, നീ ചെല്ല്. അതിരിക്കട്ടെ, നീയാണോ നിന്റെ കോളേജിലെ ചട്ടമ്പി? ഹേയ്, അങ്ങനെയൊന്നുമില്ല ചേച്ചി. പക്ഷെ ഞാൻ പ്രതികരിക്കും.
എന്റെ ചേച്ചിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും. പ്രതികരിക്കണം, സാഹചര്യം നോക്കി വേണമെന്ന് മാത്രം. രജനി ചേച്ചി പറഞ്ഞപ്പോ കാര്യം മനസ്സിലായി. മനസ്സിലായ സ്ഥിതിക്ക് മോള് ചെല്ല്. ദേവീച്ചിയുടെ കാര്യങ്ങൾ നോക്കിക്കോണേ ചേച്ചി. എന്റെ ചേച്ചി പാവ, ആരോടും വഴക്കു കൂടാനൊന്നും അറിയില്ല. അതുകൊണ്ടാ ചേച്ചിയെ വിഷമിപ്പിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നേ. ചേച്ചി നോക്കിക്കോണേ ചേച്ചി. നീ ധൈര്യമായിട്ട് പൊയ്ക്കോ, ദേവിയേക്കൊന്നും സംഭവിക്കില്ല. വാ. എവിടേക്കാ? അത് പഞ്ചായത്ത്. വീട്ടിലേക്കാണോ? അച്ഛാ, ഞാൻ കൊണ്ടുവന്ന് വിടാം. വണ്ടി മാറിപ്പോയതാ, മാറിയേക്ക്. എന്റെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യേണ്ട ആളാ അച്ഛൻ. അതുകൊണ്ട് ഇത് തന്നെ കൃത്യമായിട്ട് വന്ന് കയറിയത്. അപ്പോ പിണങ്ങി പോകുന്നത് ശരിയല്ല അച്ഛാ. അച്ഛൻ വണ്ടി കയറ്. അച്ഛൻ പറയുന്നത് കേക്ക്. ദേഹത്തോട്ട് കളിക്കുന്ന വഴിന്ന് മാറാനാ നിന്നോട് പറഞ്ഞ. ശരി ശരി, അച്ഛൻ പൊയ്ക്കോ. ഇനി വഴക്ക് വേണ്ട. എന്തായാലും 3 മാസം കഴിയുമ്പോൾ നമ്മൾ കാണും. 3 മാസമല്ല 30 വർഷം കഴിഞ്ഞാലും നീയായിട്ട് ഒരു ബന്ധവുമില്ല. നമ്മൾ കാണും. അച്ഛൻ മോളെ കാണാൻ വരും എന്റെ വീട്ടില്.